ജീവിച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നവൻ മാത്രമേ മരിച്ചാലും യേശുവിൻ്റെ കൂടെ പോകത്തുള്ളൂ. അല്ലാതെ ആരും പോകത്തില്ല. ചുമ്മാ അങ്ങ് പോയേക്കും എന്ന് പറഞ്ഞ് പോൾ വാഷർ എന്ന് പറയുന്നൊരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് സഭയുടെ ഏറ്റവും വലിയ അപകടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. അദ്ദേഹം പറഞ്ഞതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചിന്തിച്ച് വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന അനേകർ സഭയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് അവരുടെ ചിന്ത, പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടതാണെന്ന് ചിന്തിക്കാൻ കാര്യമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും അതെ എന്ന്. അത് ഞാൻ 23 വയസ്സുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കൺവെൻഷന് പോയി. പാസ്റ്റർ ചോദിച്ചു ആര് യേശുവിനെ സ്വീകരിക്കും? ഞാൻ കൈപൊക്കി. ഇപ്പം കൈപോലും പൊക്കണ്ട, ടിക്ക് ഇട്ടാൽ മതി. ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു, ടിക്ക്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി നേരെ സ്വർഗത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അങ്ങനെ ദൈവം സ്വർഗം വലിയ ഇഷ്ടംപോലെ സ്ഥലമല്ലയോ, അവിടെ കുറച്ചു പേരെങ്കിലും കയറ്റാതിരിക്കുമോ? ഇല്ല. സ്വർഗം ഒരു വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധന്മാർക്കല്ലാതെ ഒരാൾക്കും അതിനകത്ത് കയറാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ മാത്രം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, സ്വർഗം തരിശ് കിടന്നാലും ഒരു അശുദ്ധനെ ദൈവം അതിനകത്തേക്ക് കയറ്റത്തില്ല. ചിലപ്പോൾ ആരും ഇല്ലാതെ അവിടെ തരിശ് കിടക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല, ഇഷ്ടംപോലെ ആൾക്കാർ സ്വർഗത്തിലുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ തരിശ് കിടന്നാലും അശുദ്ധനെ അവിടെ കയറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവരും പുറത്തുള്ളവരും ഞാൻ സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊന്ന് ആലോചിക്കണം. നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ പോകുമോ? ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ ഉണ്ടാകരുത്. ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? ആരാണ് രക്ഷിക്കപ്പെടുന്നത്? ആരാണ് ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്? ആരാണ് മരണശേഷം സ്വർഗത്തിലേക്ക് പോകുന്നത്? നിത്യജീവൻ പ്രാപിക്കുന്നത് ആരാണ്? ദൈവരാജ്യത്തിലേക്ക്. ആ ദൈവരാജ്യം, അതായത് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുന്നതും അവിടെ തുടരുന്നതുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ തുടങ്ങിയവനെ അവിടെ തുടരത്തുള്ളൂ. ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. ആ ദൈവം ഇവിടെ നിന്റെ രാജാവാണെങ്കിലേ അവിടെ നീ ദൈവരാജ്യത്തിൽ പോകത്തുള്ളൂ. ഓരോ നിമിഷങ്ങളിലും യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് നമ്മൾ പലരും സൺഡേ ക്രിസ്ത്യൻസാണ്, ഞായറാഴ്ച ക്രിസ്ത്യാനികൾ. ഞായറാഴ്ച ആലോചിക്കുന്നത് തന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട്, അതൊക്കെ അറിയാം, എല്ലാം അറിയാം. ചിലപ്പം ഞായറാഴ്ച മാത്രമല്ല, ചിലപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കും പോയെന്നിരിക്കും. ചിലപ്പം വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, അതൊന്നും ഇന്ന് വീടുകളിലൊന്നും ഇല്ല. പക്ഷെ ദൈവം ഒരു നിരന്തര യാഥാർത്ഥ്യമാകുന്ന അനുഭവം, അതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവം എന്ന് പറയുന്നത്. യേശുവിനെ എപ്പോഴും അറിയുന്ന അനുഭവം. യേശു എൻ്റെ മുമ്പിൽ, ഞാൻ യേശുവിലും യേശു എന്നിലും, ആ ഒരവസ്ഥ നമുക്കുണ്ടാകണം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും എന്തോ ഇത്? സ്നാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് ആൾക്കാർ ചിന്തിക്കാറുണ്ട്, അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവിടെ പറയുന്നത് അതല്ല. ഇവിടെ പറയുന്നത് നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചത് വെള്ളത്തിലുള്ള ജനനമാണ്. അഥവാ അമ്മയുടെ ഉദരത്തിൽ ഫ്ലൂയിഡിലാണല്ലോ എല്ലാ മനുഷ്യനും ജനിക്കുന്നത്. വെള്ളത്താൽ ജനിച്ചതുകൊണ്ട്, അഥവാ അമ്മയുടെ ഉദരത്തിൽ, യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചതുകൊണ്ട്, ക്രിസ്ത്യാനിയായി ജനിച്ചെന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ആത്മാവിനാൽ ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും. വെള്ളത്താൽ ജനിച്ചപ്പോൾ നമുക്കൊരു ശരീരം കിട്ടി, നമ്മൾ ഒരു സാധാരണ മനുഷ്യനായി. എന്നാൽ ആ ജനനമല്ല, പുതുജനനം, വീണ്ടും ജനനം. അതെന്താണ്? ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആത്മാവിനാൽ ജനിക്കുക. എന്നിട്ട് പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു.
അതായത് വെള്ളത്താൽ ജനിച്ചത്, അമ്മയുടെ ഉദരത്തിൽ ജനിച്ചത് ശരീര ജനനമാണ്, ശാരീരിക ജനനമാണ്. ജലത്താൽ ജനിച്ചത് ജലമാകുന്നു. എന്നാൽ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. ആത്മാവിൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. ജലത്താൽ ജനിച്ചാൽ പോരാ, ആത്മാവിനാൽ ജനിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ജനിക്കണം. പുതുജനനം. പുതുജനനത്തെക്കുറിച്ച് ഇന്ന് പലപ്പോഴും ആളുകൾ പഠിപ്പിക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരാൾ രക്ഷിക്കപ്പെടാൻ പോലും ടിക്കറ്റാ മതി എന്നുള്ളൊരു കാലയളവിലേക്ക് വന്നിരിക്കുക ഇന്ന്. പുതുജനനത്തെക്കുറിച്ച് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? നമ്മുടെ സഭകളിൽ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? വി നീഡ് ടു ബി ബോൺ അഗെയിൻ. പുതുജനനം വേണം, വീണ്ടും ജനിക്കണം. കാര്യം, വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവിൽ ജനിക്കണം, ദൈവത്തിൽ നിന്ന് ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ അവൻ ദൈവ മകനായിത്തീരും. ദൈവ മകനായിത്തീർന്നാലാണ് ദൈവത്തിൻ്റെ ഭവനം നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾക്കേ കിട്ടത്തുള്ളൂ. സ്വർഗം ദൈവത്തിൻ്റെയാണ്. ആ സ്വർഗം ദൈവത്തിൽ നിന്ന് ജനിച്ചവനേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ ഞാൻ എൻ്റെ പേരിൽ സ്വർഗത്തിലോട്ട് ചെന്നാൽ അവിടെ കയറാൻ പറ്റത്തില്ല. യേശുവിൻ്റെ പേരിൽ ചെന്നാലേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ യേശുവിൻ്റെ പേരിൽ ഞാൻ പോകണമെങ്കിൽ ആ നാമം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമം സ്വീകരിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമുക്ക് ഒരു നിത്യതയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് എനിക്കും ഓർപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും കടന്നു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അടുത്തതൊന്ന് അടുത്തതൊന്ന് അടുത്തതൊന്ന്. പക്ഷെ ഇതൊക്കെ തീരുന്നൊരു ദിവസമുണ്ട്. സോക്രട്ടീസ്, ഞാനൊരു ട്രാക്റ്റ് അത് പല ഭാഷകളിൽ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഭാഷയിലും ആ ട്രാക്റ്റ് ഏകദേശം അതുപോലെയുള്ള കുറച്ച് ട്രാക്റ്റുകൾ, ഏകദേശം 50 ലക്ഷം ട്രാക്റ്റ് ഞങ്ങൾക്ക് അവിടെ പ്രിൻ്റ് ചെയ്യാൻ, 50 ലക്ഷം ട്രാക്റ്റുകൾ പ്രിൻ്റ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ട്രാക്റ്റ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന ഒരു ട്രാക്റ്റാണ്. അത് ഞാൻ പറയാൻ കാര്യം, ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം കൊടുക്കുന്ന ഒരു ട്രാക്റ്റാണത്. ഞാൻ എഴുതിയൊരു ട്രാക്റ്റാണ് അത്. സോക്രട്ടീസ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹം സാധാരണ ആൾക്കാരോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അത്. അദ്ദേഹം ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ ഒരിക്കൽ അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹം ആ സ്കൂളിലെ പയ്യനോട് ചോദിച്ചു, മോനെ നീ എവിടെ പോവുക? എന്നോട്, ഞാൻ സ്കൂളിൽ പോവുക. സ്കൂളിൽ നിന്ന് എവിടെ പോകും? അവിടെ ഞാൻ വീട്ടിൽ പോകും. വീട്ടിൽ നിന്ന് പിന്നെ സ്കൂളിൽ പോകും. വീട് സ്കൂള്. ഇത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടും. ജോലി കിട്ടിയിട്ടോ? ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കല്യാണമൊക്കെ കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് പിന്നെ എനിക്ക് പിള്ളേരൊക്കെ ആകും. എന്നിട്ട് അവർ സ്കൂളിൽ പോകും, അവർ പഠിക്കും, അവർക്ക് ജോലി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് പ്രായമാകും. അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകും? അത് കഴിഞ്ഞ് എന്തുവാ, ഞാൻ മരിക്കും. മരിക്കുമ്പം എൻ്റെ പിള്ളേർ വന്ന് എന്നെ അടക്കം ചെയ്യും. എന്നിട്ട് സോക്രട്ടീസ് ചോദിച്ചു, അവിടുന്ന് എവിടെ പോകും? അവിടുന്ന് എവിടെ പോകും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബാക്കിയൊക്കെ നമുക്കറിയാം. അടുത്തത് നമ്മളെല്ലാം പ്ലാൻ ചെയ്യാണ്. ഭയങ്കര പ്ലാനിങ്ങാണ് നമുക്ക്. എല്ലാ കാര്യത്തിനും ഭയങ്കര പ്ലാനിങ്ങാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ നമ്മൾ ശവക്കോട്ടയിലേക്ക് പോകുന്നെന്ന് വെക്കുക. നമ്മളെ കൊണ്ടുപോവുകയാണ്. ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ പോവുകയായിരുന്നു. പക്ഷേ ശവക്കോട്ടയിൽ നമ്മൾ തന്നെ പോവുകയല്ല, നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞ് എവിടെ പോകും? ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. അത് കഴിഞ്ഞുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞെവിടെ പോകും എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളൊന്ന് ആലോചിക്കണം.
അത് വിശ്വാസികളും ആലോചിക്കണം, അല്ലാത്തവരും ആലോചിക്കണം. വിശ്വാസികളും ഇന്ന് ഓരോന്നോരോന്ന് പ്ലാൻ ചെയ്ത് ഭയങ്കര പ്ലാനിങ് ആണ്. പക്ഷേ മരണശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾ ആലോചിക്കണം. അതാണ് വാസ്തവത്തിൽ സുവിശേഷമെന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ കർത്താവ് ചെയ്യത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാം നമ്മളെപ്പോഴും പറഞ്ഞ എന്തുവാണ്, നമ്മുടെ പാട്ടുകളിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം കർത്താവ് നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെക്കുറിച്ചാണ്. അതിനൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളെ കർത്താവ് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, മറ്റുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് ചെയ്തു തരുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തൊന്നുണ്ട്, നിത്യജീവൻ. അത് നമ്മൾ ആലോചിക്കണം. അത് വിശ്വാസികളും ആലോചിക്കണം. കാര്യം ഇന്ന് വിശ്വാസികളും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എല്ലാവരും അല്ല, പലരും ആലോചിക്കുന്നില്ല. അപ്പോൾ ആ നിത്യജീവനെക്കുറിച്ച് ഒരു ചിന്ത. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാ മനുഷ്യനും ഒരു ദിവസം മരിക്കും. ലോകത്തിലെല്ലാവരും മരിച്ചിട്ടുണ്ട്. ജനിച്ച എല്ലാ മനുഷ്യനും മരിച്ചു, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ജനിച്ച മനുഷ്യൻ മരിച്ചു. പക്ഷേ മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ നിത്യജീവൻ നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ ആ നിത്യജീവനിൽ നരകത്തിലേക്കല്ല, സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ടതായ സന്ദേശം. ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഇതിന് പുറത്ത് ഏതെങ്കിലും വീട്ടിലിരുന്ന് ആരെങ്കിലും ഒരു വ്യക്തി നിത്യജീവനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി, ഇനി ഇതിനകത്തുണ്ടെങ്കിലും പുറത്തുണ്ടെങ്കിലും, അവർ നിത്യജീവനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടെ മടങ്ങിപ്പോകാൻ ഇടയാകണം. അതാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാനിതൊരു വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയായിട്ടും മീറ്റിംഗായിട്ടും മാത്രം കാണാതെ, തീർച്ചയായിട്ടും നമുക്കൊരു കൂട്ടായ്മയുണ്ട്, കാര്യങ്ങളുണ്ട്, നമ്മൾ പാടി ആരാധിച്ചു, എല്ലാം നല്ല കാര്യമാണ്. അത് നമ്മൾ സഭായോഗത്തിന് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതൊരു പബ്ലിക് മീറ്റിംഗ് നമ്മൾ വിളിച്ചു കൂട്ടിയിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം അത് പ്രയോജനമാകണം. അത് നമുക്കും പ്രയോജനമാകണം. നമുക്കും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നുണ്ട്. പറഞ്ഞല്ലോ, ഒരു സിവിൽ എഞ്ചിനീയർ, വീടുകൾ. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഭവനം. സ്വർഗം ദൈവം പണിയുന്ന ഭവനമാണ്. എബ്രായ ലേഖനത്തിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിനായിട്ട് അവർ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് നമുക്കുണ്ടോ? വിശ്വാസികളോടും അവിശ്വാസികളോടും ഞാൻ ചോദിക്കട്ടെ, പ്രത്യേകിച്ച് വിശ്വാസികളോട് ചോദിക്കട്ടെ, ആ ഒരു കാത്തിരിപ്പ്. അബ്രഹാമും മറ്റുള്ള വിശുദ്ധന്മാരായ ആളുകൾ, അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ, അവർക്ക് ദൈവം, നമ്മളെല്ലാം അബ്രഹാമിനെ അനുഗ്രഹിച്ചവനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പലരും ഇവിടെ നിന്നൊക്കെ പറയും. പക്ഷെ എന്ത് ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം? അത് അബ്രഹാം ഒന്നുമില്ലാത്തവനായിരുന്നു, അവന് കനാൻ നാട് കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയും. പ്രിയമുള്ളവരെ, അബദ്ധം പറയരുത്. അബ്രഹാം ഒന്നുമില്ലാത്തവനൊന്നും അല്ലായിരുന്നു. അബ്രഹാം എല്ലാം ഉള്ളവനായിരുന്നു. അവൻ പട്ടിണി കിടന്നപ്പം ദൈവം അബ്രഹാമിനെ വിളിച്ച് കനാൻ നാട് കൊടുത്തതൊന്നും അല്ല. ഹാരാൻ എന്ന പട്ടണത്തിൽ ധനികനായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഏകദേശം ഒരു നാട്ടുരാജാവിനെ പോലെ ജീവിച്ച വ്യക്തിയാണ് അബ്രഹാം. നമുക്കറിയാമല്ലോ, ലോത്തിനെ രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അബ്രഹാമാണ് പോയി രക്ഷിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ട്, അവൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളെ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികൾ ഉണ്ടെങ്കിൽ അവനൊരു ചെറിയ രാജാവല്ലേ? അങ്ങനെ ജീവിച്ചവനല്ലേ?
അവൻ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച സമ്പാദ്യമൊക്കെയൊന്ന, ഹാരാനിൽ അവൻ സമ്പാദിച്ചവനാണ്. ഞാൻ ഹാരാനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത്, ആ കാലയളവിൽ ഇഷ്ടിക വീടുകൾ ഉണ്ടായിരുന്ന ഒരു സിറ്റിയാണ് ഹാരാൻ. ആ കാലയളവിലെ ഏറ്റവും മനോഹരമായ ഒരു പട്ടണമാണ് ഹാരാൻ. ഒന്നുമില്ലാത്ത ഒരു കുടിലൊന്നും അല്ലായിരുന്നു അബ്രഹാമിൻ്റേത്. അങ്ങനെ ധനികനായിരുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. കാണിപ്പാനിരിക്കുന്ന ദേശം എന്നാണ് പറഞ്ഞത്. ദേശം കണ്ടിട്ടല്ല അബ്രഹാം പോയത്. ചിലപ്പോൾ ആളുകൾ പറയും, കനാൻ നാട് കിട്ടുമെങ്കിൽ ഹാരാൻ വിടാൻ എന്താ ഇത്ര വലിയ പ്രയാസം? എൻ്റെ പ്രിയമുള്ളവരെ, കനാൻ നാട്ടിലേക്കാണ് പോകുന്നതെന്ന് പോലും ദൈവം അവനോട് നേരത്തെ പറഞ്ഞില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, താൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ അവൻ പോയി എന്നാണ്, പുറപ്പെട്ടു. കനാൻ നാട്ടിൽ ചെന്നപ്പം പറഞ്ഞു, ആ ശരി, ഈ ദേശം നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞു. കനാൻ നാട്ടിൽ ചെന്നപ്പോൾ പിന്നെ ഒത്തിരി വർഷങ്ങൾ കനാൻ നാട്ടിൽ താമസിച്ചു. ഒരു കാര്യം അറിയാമോ? ഒരിഞ്ച് ഭൂമി ഈ കനാൻ നാട്ടിൽ അബ്രഹാമിൻ്റെ ജീവിതകാലത്ത് ദൈവം അവന് കൊടുത്തില്ല. അവൻ എവിടെ താമസിച്ചത്? ഹാരാനിൽ അവൻ വലിയ ഇഷ്ടിക വീടുകളിൽ താമസിച്ചിരുന്നവനാ. പക്ഷേ കനാനിൽ വന്ന് അവൻ താമസിച്ചത് എവിടാന്നറിയാമോ? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. എന്തുകൊണ്ട്? അവനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു പട്ടണം ഒരുങ്ങുന്നുണ്ട്, എനിക്ക് അത് മതി, എനിക്കിവിടെ കൊട്ടാരമൊന്നും വേണ്ട. കൂടാരങ്ങളിൽ താമസിച്ചുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു. സ്വർഗത്തിൻ്റെ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ എന്തോ കിട്ടാനാ, എന്തോ പിന്നെ. വാഗ്ദത്ത ദേശത്ത് അവനൊരു അന്യദേശത്ത് എന്നതുപോലെ പാർത്തു, പരദേശിയായിട്ട്. അവൻ പറഞ്ഞു, ഈ നാട് എൻ്റെ നാടൊന്നും അല്ല, നാട് തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കരുതേ തരട്ടെ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ, യാക്കോബ് തീരെ കുഞ്ഞാ, അവനെ വിളിച്ച് മടിയിലിരുത്തി ഇസഹാക്കിനെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സമ്പത്തും പാരമ്പര്യവും എല്ലാം കളഞ്ഞിട്ട് ഇറങ്ങി വന്നതാ. അന്ന് കർത്താവ് എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഈ ദേശം തരാമെന്ന്. ഇതുവരെ തന്നിട്ടില്ല, വേണ്ടെന്നേ. എന്നാൽ എനിക്ക് ദൈവം ഒരു കാഴ്ച കാണിച്ചു തന്നു. എന്തോ ആ കാഴ്ച? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ കാണിച്ചു തന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സ് പതിക്കരുത് കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ, ഇവിടെ കൂടാരം മതിയെന്നേ. ജീവിക്കണം, നമുക്കെല്ലാം ജീവിക്കണം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പി, ജീവിക്കണം. പക്ഷെ അതിനപ്പുറത്ത് വാരിക്കൂട്ടി വലിയ സമ്പന്നനാകാനെന്ന് നീ നോക്കണ്ട. എടാ, സ്വർഗത്തിൽ പോകാൻ നോക്കണം. അബ്രഹാം മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്, സ്വർഗത്തിൽ പോകാൻ നോക്കണം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ടാണ് പ്രിയമുള്ളവരെ വാക്യങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു വായിക്കാത്തത്. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, അവിടെ എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ട്. അതുകൊണ്ട്, എന്തുകൊണ്ട്? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരുടെ മനസ്സ് ഭൂമിയിലേക്ക് പോയില്ല, സ്വർഗീയമായതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ട്? എനിക്ക് സ്വർഗം മതി, ഭൂമി ജീവിക്കണം, അതൊക്കെ മതിയെന്നേ. അല്ലാതെ ഇവിടെ എനിക്ക് വാരിക്കൂട്ടി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിയിരുന്നത് കൊണ്ട് ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവം, ഞാൻ യാക്കോബിൻ്റെ ദൈവം. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അപ്പൻ പറയുന്നത് പോലെ കർത്താവ് പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണെന്ന്. എന്തുകൊണ്ടാ? അവൻ്റെ കണ്ണുകളിൽ സ്വർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ്റെ മനസ്സിൽ സ്വർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവനെക്കുറിച്ച് ദൈവത്തിന് അഭിമാനമുണ്ട്. നിത്യതയുടെ ദർശനം കളഞ്ഞിട്ട് ഭൂമിയിൽ കണ്ണ് നട്ട്
ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ദൈവത്തിന് അഭിമാനമില്ല, അപമാനമാണ്. ആ സ്വർഗീയ ദർശനത്തിൽ ജീവിക്കണം, ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കണം. ഞാൻ അതിന് പരിശ്രമിക്കുന്ന ഒരാളാണ്. ഓരോ നിമിഷങ്ങളിലും യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് നമ്മൾ പലരും സൺഡേ ക്രിസ്ത്യൻസാണ്, ഞായറാഴ്ച ക്രിസ്ത്യാനികൾ. ഞായറാഴ്ചയാ ആലോചിക്കുന്നത് തന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട്, അതൊക്കെ അറിയാം, എല്ലാം അറിയാം. ചിലപ്പം ഞായറാഴ്ച മാത്രമല്ല, ചിലപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കും പോയെന്നിരിക്കും. ചിലപ്പം വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, അതൊന്നും ഇന്ന് വീടുകളിലൊന്നും ഇല്ല. പക്ഷെ ദൈവം ഒരു നിരന്തര യാഥാർത്ഥ്യമാകുന്ന അനുഭവം, അതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവം എന്ന് പറയുന്നത്. യേശുവിനെ എപ്പോഴും അറിയുന്ന അനുഭവം. യേശു എൻ്റെ മുമ്പിൽ, ഞാൻ യേശുവിലും യേശു എന്നിലും, ആ ഒരവസ്ഥ നമുക്കുണ്ടാകണം. ഇന്ന് രാത്രിയിൽ അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും നിത്യതയെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേ. മരിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ദർശനം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാനാണ് ഇന്ന് രാത്രി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മരിച്ചാൽ ഞാൻ യേശുവിൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറയുന്നവർ കാണും. പക്ഷേ ഒരു കാര്യമുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നവൻ മാത്രമേ മരിച്ചാലും യേശുവിൻ്റെ കൂടെ പോകത്തുള്ളൂ. അല്ലാതെ ആരും പോകത്തില്ല. ചുമ്മാ അങ്ങ് പോയേക്കും എന്ന് പറഞ്ഞ്, പോൾ വാഷർ എന്ന് പറയുന്നൊരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് സഭയുടെ ഏറ്റവും വലിയ അപകടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. അദ്ദേഹം പറഞ്ഞതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചിന്തിച്ച് വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന അനേകർ സഭയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് അവരുടെ ചിന്ത, പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടതാണെന്ന് ചിന്തിക്കാൻ കാര്യമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും അതെ എന്ന്. അത് ഞാൻ 23 വയസ്സുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കൺവെൻഷന് പോയി. പാസ്റ്റർ ചോദിച്ചു ആര് യേശുവിനെ സ്വീകരിക്കും? ഞാൻ കൈപൊക്കി. ഇപ്പോൾ കൈപോലും പൊക്കണ്ട, ടിക്ക് ഇട്ടാൽ മതി. ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു, ടിക്ക്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി നേരെ സ്വർഗത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവം സ്വർഗം വലിയ ഇഷ്ടംപോലെ സ്ഥലമല്ലയോ, അവിടെ കുറച്ചു പേരെങ്കിലും കയറ്റാതിരിക്കുമോ? ഇല്ല. സ്വർഗം ഒരു വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധന്മാർക്കല്ലാതെ ഒരാൾക്കും അതിനകത്ത് കയറാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ മാത്രം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, സ്വർഗം തരിശ് കിടന്നാലും ഒരു അശുദ്ധനെ ദൈവം അതിനകത്തേക്ക് കയറ്റത്തില്ല. ചിലപ്പോൾ ആരുമില്ലാതെ അവിടെ തരിശ് കിടക്കുകയാണ്, അങ്ങനെയൊന്നും അല്ല. ഇഷ്ടംപോലെ ആൾക്കാർ സ്വർഗത്തിലുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ തരിശ് കിടന്നാലും അശുദ്ധനെ അവിടെ കയറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവരും പുറത്തുള്ളവരും ഞാൻ സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊന്ന് ആലോചിക്കണം. നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ പോകുമോ? ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ ഉണ്ടാകരുത്. ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? ആരാണ് രക്ഷിക്കപ്പെടുന്നത്? ആരാണ് ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്? ആരാണ് മരണശേഷം സ്വർഗത്തിലേക്ക് പോകുന്നത്? നിത്യജീവൻ പ്രാപിക്കുന്നത് ആരാണ്? ദൈവരാജ്യത്തിലേക്ക്. ആ ദൈവരാജ്യം, അതായത് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുന്നതും അവിടെ തുടരുന്നതുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ തുടങ്ങിയവനെ അവിടെ തുടരത്തുള്ളൂ. ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. ആ ദൈവം ഇവിടെ നിന്റെ രാജാവാണെങ്കിലേ അവിടെ നീ ദൈവരാജ്യത്തിൽ പോകത്തുള്ളൂ. ഇവിടെ എൻ്റെ രാജ്യത്തിൽ, സാത്താൻ്റെ രാജ്യത്തിലോ, ഇനി അതല്ല എൻ്റെ സ്വന്തം സ്വയത്തിലോ. ക്രിസ്മസ് പാസോ അങ്കിള് എഴുതിയ പുസ്തകത്തിനകത്ത് ഈ സ്വയത്തിൻ്റെ പ്രത്യേകതകളൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വയത്തിൻ്റെ രാജ്യത്തിൽ ജീവിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല.
ഇവിടെ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവൻ മാത്രമേ അവിടെ പോകത്തുള്ളൂ. ഇവിടെ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നവൻ അവിടെ യേശുവിൻ്റെ കൂടെ ആയിരിക്കും. അല്ലാതെ ഇവിടെ സാത്താൻ്റെ കൂടെ ജീവിച്ചിട്ട് മരിക്കുമ്പം പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന് ആരും ചിന്തിക്കണ്ട. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ, ഈ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മരിച്ച ശേഷം ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മരിച്ച ശേഷം നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഒരാത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അത് തുറന്നു പറയുക. മരിച്ച ശേഷം കുർബാന ചൊല്ലിയാലും, ഐ എം സോറി, ഞാൻ മതത്തെ ഒന്നും ഇതായിട്ട് പറയുന്നതല്ല, ഞാൻ അങ്ങനെ ഉള്ള ഒരാളല്ല. മരിച്ച ശേഷം നിങ്ങൾ കുർബാന ചൊല്ലിയാലും വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചാലും വിശുദ്ധന്മാർ സ്വർഗത്തിലേക്കൊന്നും ആരെയും കയറ്റിക്കൊണ്ട് പോകത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല. അവനവൻ വേദപുസ്തകമല്ലേ നമ്മുടെ അടിസ്ഥാനം? എന്താണ് നമ്മുടെ അടിസ്ഥാനം? വേദപുസ്തകമാണ്. നിങ്ങൾ ഈ വേദപുസ്തകത്തിൽ പറയുന്നതേ വിശ്വസിക്കാവൂ. അല്ലാതെ ആരെങ്കിലും പാസ്റ്റർമാർ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. വേദപുസ്തകത്തിലുള്ളതാണോ എന്ന് നോക്കണം. അച്ഛന്മാർ പറഞ്ഞാലും വിശ്വസിക്കേണ്ട, പാസ്റ്റർ പറഞ്ഞാലും വിശ്വസിക്കേണ്ട, ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം വേദപുസ്തകത്തിലില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്നോട് പറയണം, ബ്രദറെ അത് വേദപുസ്തകത്തിലുള്ളതാണോ എന്ന് ചോദിക്കണം. ബെരോവായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. അവർ വചനം കൈക്കൊണ്ടു, എന്നാൽ അവർ ഭവനത്തിൽ ചെന്ന് അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ഇന്ന് ഞാൻ പറയുന്ന വാചകത്തിൽ എന്തെങ്കിലും, വാക്കുകളിൽ എന്തെങ്കിലും തിരുവചനത്തിലുള്ളതല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. പാസ്റ്ററോട് ചോദിച്ചാൽ എൻ്റെ ഫോൺ നമ്പരോ അഡ്രസ്സോ എന്ത് വേണമെങ്കിലും തരും. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം ദൈവവചനത്തിലുള്ളതല്ലെങ്കിൽ എന്നോട് ചോദിക്കണം. അബദ്ധം ആർക്കും പറ്റാം. പക്ഷേ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഞാൻ 45 വർഷമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. 50 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട്. അന്ന് തൊട്ടേ പ്രസംഗിക്കുന്നുണ്ട്, പരസ്യത്തിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. 45 വർഷമായിട്ട് ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 45 വർഷവും ഞാൻ പഠിപ്പിച്ചത് ദൈവവചനത്തിൽ നിന്നാണ്. അതാണ് എനിക്ക് ആകെയുള്ള അഭിമാനം. പൗലോസിനും ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നല്ലോ, ആ കാര്യത്തിലാണ് എനിക്ക് ആകെയുള്ള അഭിമാനം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഇല്ല. എൻ്റെ സ്വന്തം കാര്യത്തിലൊന്നും എനിക്ക്, എൻ്റെ വാക്കുകളിലൊന്നുമല്ല. ദൈവവചനം, ആ വചനം എന്ത് പറയുന്നു? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ്റെ ന്യായവിധി എന്നുള്ളത് ഇന്നെൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും അറിയണം. മരണശേഷം ആരെങ്കിലും നമ്മളെ സ്വർഗത്തിൽ കയറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് കഴിയത്തില്ല. കാര്യം ദൈവവചനം പറയുന്നു, ന്യായവിധി എന്നത് എങ്ങനെയാണ്? അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അവിടെ ചെല്ലുമ്പോൾ നിന്റെ പേരിൽ എത്ര കുർബാന ചൊല്ലിയെന്നൊന്നും ആരും ചോദിക്കത്തില്ല. ഇന്നാര് പറഞ്ഞായിരുന്നു നിന്നെ കൂടെ അങ്ങ് കയറ്റണമെന്ന് എന്ന് പറഞ്ഞ് അവിടെ ആരെയും കയറ്റി വിടത്തില്ല. അവിടെ ചോദിക്കും, നീ ജീവിച്ചപ്പോൾ നീ എന്ത് ചെയ്തു? നീ ശരീരത്തിലിരുന്നപ്പോൾ യേശു നിനക്കാരായിരുന്നു? ശരീരത്തിലിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നവനാണ് സ്വർഗത്തിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്നവരോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുന്നു, ശരീരത്തിലിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ജീവിച്ചവൻ മാത്രമേ സ്വർഗത്തിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കുകയുള്ളൂ. അത് നിങ്ങൾ ഏത് പള്ളിയിൽ പോയാലും, പെന്തിക്കോസിൽ പോയാലും നിങ്ങൾ രക്ഷപ്പെടത്തൊന്നുമില്ല. പള്ളിയും പെന്തിക്കോസും ഒന്നും അല്ല ഇവിടുത്തെ വിഷയം, നമ്മുടെ ജീവിതമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്, അത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ
അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം, ഒരു ഭാഗം വായിച്ചിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ തന്നെ ചില വേദഭാഗങ്ങളുടെ ചേർത്ത് സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു വ്യക്തി യേശുവിനെ കാണാൻ വരുന്നത് നമ്മൾ കാണുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ വ്യക്തി ചില്ലറക്കാരനൊന്നുമല്ല. 1, അവൻ യഹൂദനാണ്. 2, അവൻ പരീശനാണ്. ആ കാലയളവിൽ പരീശന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന പരീശൻ പോലെയല്ല. നമ്മൾ പറയും അവനൊരു പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടഭക്തൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ കാലയളവിൽ പരീശന്മാരെന്ന് പറയുന്നത് ദൈവ വചനത്തെ, ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾ. അതിനകത്ത് ചിലരൊക്കെ കള്ളത്തരം കാണിച്ചെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പരീശന്മാരെല്ലാം മോശക്കാരൊന്നും ആയിരുന്നില്ല. പരീശൻ എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമാണ്. പൗലോസ് തന്നെ പറയുന്നു, എന്താ പറയുന്നത്? ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനത്തോടാണ് പറയുന്നത്. ആ കാലയളവിലെ ആത്മീകരായ ആളുകളായിരുന്നു പരീശന്മാർ. അങ്ങനെയുള്ള പരീശൻ, എന്നാൽ ഇദ്ദേഹം യഹൂദനാണ്, പരീശനാണെന്ന് തന്നെയല്ല, യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ റൂളർ ഓഫ് ദ ജ്യൂസ് എന്നാണ്. യഹൂദന്മാരുടെ ഒരു ഭരണാധികാരിയായിരുന്നു. ഒരു ഭരണാധികാരി, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആള്, രാഷ്ട്രീയ സ്വാധീനമുള്ള ആള്, ആത്മീയ മണ്ഡലത്തിൽ മതപരമായ സ്വാധീനമുള്ള ആള്, രാഷ്ട്രീയ സ്വാധീനമുള്ള ആള്, ഒരു ഉന്നത കുലജാതനായ വ്യക്തി, എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തി നിക്കോദിമോസ്. ദൈവവിശ്വാസിയാണ്, മതവിശ്വാസിയാണ്, ന്യായപ്രമാണം അനുസരിക്കുന്ന വ്യക്തിയാണ്. അഥവാ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളിടത്തോളം അനുസരിക്കുന്ന വ്യക്തി, കള്ളനല്ല. അങ്ങനെ ഒരു വ്യക്തി, ആ കാലയളവിൽ അവർ വിശ്വസിച്ചിരുന്നത് യഹൂദന്മാര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് അവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു, ഞാനൊരു യഹൂദനാണ്, ഒരു യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനാണ്. അപ്പോൾ ഒരുത്തന്നെ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ ആദ്യം യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കണമെന്നാണ് അവരന്ന് പഠിപ്പിച്ചിരുന്നത്. അതനുസരിച്ച് നിക്കോദിമോസിന് ബോധ്യമുണ്ട്, ഞാനൊരു യഹൂദനാണ്, യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനാണ്, പിന്നെ ഞാൻ ന്യായപ്രമാണമൊക്കെ അനുസരിക്കുന്ന വ്യക്തിയാണ്, പരീശനാണ് എന്ന് തന്നെയല്ല, രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളതായ ഒരു വ്യക്തി. ആ വ്യക്തിക്ക് നോർമൽ വേയിൽ അയാൾ സ്വർഗത്തിൽ പോകുമെന്നുള്ളതിന് വലിയ സംശയമൊന്നും ഇല്ല. നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ള പല ആളുകളുമുണ്ട്. മതപരമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന, പള്ളിയിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന, പള്ളി പോകുന്ന, പെന്തിക്കോസിൽ പോകുന്ന ആയിക്കോട്ടെ, എവിടെയെങ്കിലും പോകുന്ന അതുപോലെയുള്ള ആളുകൾ അവർ ചിന്തിച്ചിരിക്കുന്നത്, അയ്യോ ഞാൻ സ്വർഗത്തിലല്ലാതെ. അതാണ് ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ തെറ്റായ അഷ്വറൻസ്, ഉറപ്പ്, തെറ്റായ ഉറപ്പ്. ഈ വ്യക്തി യേശുവിൻ്റെ അടുത്ത് ചെന്ന്, അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുത്ത് അയാൾ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും, ഇവൻ എന്തിനാ യേശുവിൻ്റെ അടുത്ത് പോകുന്നത്? വല്ല പാപിയാണെങ്കിൽ പോയാൽ വേണ്ടുകയില്ല, ഇവൻ എന്തിനാ പോകുന്നത്? കാര്യം അവൻ ഭയങ്കര മാന്യനാണ്. അങ്ങനെ മാന്യനായ വ്യക്തി എന്നാൽ പിന്നെ രാത്രി പോകാമെന്ന് ചിന്തിച്ചു. രാത്രി പോയി അവിടെ ചെന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഗുരു, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എനിക്ക് മനസ്സിലായി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണ് എന്ന്. തന്നെയല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഓ, എന്തോരും വലിയ അപ്രീസിയേഷനാ. ഞാൻ ചിന്തിച്ചു, നമ്മുടെ ഇക്കാലത്തെ ക്രൂസൈഡുകാരുടെയൊക്കെ അടുത്തെങ്ങാനും ചെന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മതത്തിൻ്റെ നേതാവ് ചെന്ന് പറയുകയാണെന്ന് വെച്ചോ, അയ്യോ, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാനും ഇതൊക്കെ ചെയ്യാനും ഒന്നും ആർക്കും കഴിയുകയില്ല
നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ക്രൂസൈഡ് പ്രീച്ചർ ആണെങ്കിൽ പറയും, സാറേ വളരെ നന്ദി, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നത് മനസ്സിലായല്ലേ, പിന്നെ ഞാൻ അടുത്ത ഒരു ക്രൂസൈഡ് ഞങ്ങളിവിടെ നടക്കുന്നുണ്ട്, അന്ന് സാറ് വന്നൊന്ന് പറയണേ ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന്. എൻ്റെ ശിഷ്യന്മാർക്ക് പോലും ഇപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ട് സാറ് വന്നൊന്ന് സാക്ഷി പറയണേ. രാഷ്ട്രീയക്കാരെ കൊണ്ടൊക്കെ അല്ലയോ ഇപ്പോൾ സാക്ഷി പറയിക്കുന്നത്, ഇല്ലേ? രാഷ്ട്രീയക്കാരെയും വലിയ വലിയ ആൾക്കാരെയും കൊണ്ടൊന്ന് ഒന്ന് പറയണേ, ഈ നിങ്ങളുടെ ഈ റിലീജിയൻ ഞാൻ, അല്ലെങ്കിൽ ഈ മിക്കവാറും ഈ ടി വിയിലുള്ളവരും ചിലപ്പോൾ പറയും, ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിൽ അടുത്ത ആഴ്ച സാറിനൊന്ന് വരാമോ, ഒന്ന് പറയാമോ, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്നൊന്ന് പറയാമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ നിക്കോദിമോസ് വന്ന് വലിയ അപ്രീസിയേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ യേശു പറയുകയാണ്, എന്നാ പറഞ്ഞെന്നറിയാമോ? നിക്കോദിമോസേ, നിന്റെ അപ്രീസിയേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ നിന്നോടൊരു സത്യം പറയാം, നീ സ്വർഗത്തിൽ പോകത്തില്ല എന്നാ പറയുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. എന്താ പറയുന്നത്? ഡയറക്റ്റായിട്ട് പറയുകയാണ്, നീ ഇത്രയെല്ലാം പറഞ്ഞാൽ എൻ്റെ മക്കളെ, നീ പുതുതായി ജനിച്ചവനല്ല, നീ സ്വർഗത്തിൽ പോകത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയും, അയ്യോ അങ്ങനൊക്കെ പറയാമോ, ഒരു മയത്തിനൊക്കെ വേണ്ടേ പറയാൻ? പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാലേ പറ്റുള്ളൂ. സത്യം സ്നേഹത്തിൽ സംസാരിക്കണം. പക്ഷെ സ്നേഹത്തിൽ സത്യമേ പറയാവൂ, കള്ളം പറയല്ല. ആരുടെയും മുമ്പിൽ കള്ളം പറയരുത്. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഡയറക്റ്റ് പറയാണ്, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. എന്തുകൊണ്ട് പോകത്തില്ല? ഇവിടെ സ്വർഗത്തിൽ പോകാൻ യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചാൽ പോരാ. സ്വർഗത്തിൽ പോകാൻ പരീശനായാൽ പോരാ. സ്വർഗത്തിൽ പോകാൻ പള്ളി പോയാൽ പോരാ. സ്വർഗത്തിൽ പോകാൻ ന്യായപ്രമാണം അനുസരിച്ചാൽ പോലും പോരാ. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ പുതുതായി ജനിക്കണം, നീ വീണ്ടും ജനിക്കണം. ഇന്ന് എനിക്കും പറയാനുള്ള, എൻ്റെ വാക്ക് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, അൺലെസ് യു ആർ ബോൺ അഗെയിൻ യു കനോട്ട് എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പെൺകാരനും വീണ്ടും ജനിക്കാത്തവൻ സ്വർഗത്തിൽ പോകത്തില്ല. നമ്മളെയൊക്കെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എത്രയോ പേര് വീണ്ടും ജനിക്കാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട്. നല്ല പിള്ളേരായിരിക്കും, പക്ഷെ വീണ്ടും ജനിക്കുക. നല്ല പിള്ളേരെല്ലാം സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല. നല്ല പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലാത്ത പിള്ളേർ, കള്ളു കുടിക്കത്തില്ല, വഴക്കുണ്ടാക്കത്തില്ല, ബീഡി വലിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അവനങ്ങ് സ്വർഗത്തിൽ പോകുന്ന നമ്മുടെ ചിന്ത. അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. അവൻ പള്ളി വരും, പാട്ട് പാടും, കൊയറിന് പാടുന്നുണ്ട് എന്ന് പറഞ്ഞും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. കർത്താവ് പറയാണ്, ആമേനമേ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിക്കോദിമോസിന് ഭയങ്കര അത്ഭുതം. നിക്കോദിമോസ് പറയാ, ഞാൻ യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനാണ്. യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനെ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം പറയാ, നിക്കോദിമോസ് പറയാ, ഞാൻ പറയുന്നതല്ല. എന്നിട്ട് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃത്തനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? അവൻ പറയുന്നത്, ഇനിയും ജനിച്ചാലും എവിടെ നിന്ന് ജനിക്കണം? യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കണം. കാര്യം അവൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ല. യഹൂദൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന അവൻ്റെ ചിന്ത. മനുഷ്യൻ രണ്ടാമതും വൃത്തനായ ശേഷം രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്നത് അതല്ല. കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും എന്തോ ഇത്? സ്നാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്ന ആൾക്കാർ ചിന്തിക്കാറുണ്ട്, അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവിടെ പറയുന്നത് അതല്ല. ഇവിടെ പറയുന്നത്, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചത് വെള്ളത്തിലുള്ള ജനനമാണ്. അഥവാ അമ്മയുടെ ഉദരത്തിൽ ഫ്ലൂയിഡിലാണല്ലോ എല്ലാ മനുഷ്യനും ജനിക്കുന്നത്.
വെള്ളത്താൽ ജനിച്ചതുകൊണ്ട്, അഥവാ അമ്മയുടെ യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചതുകൊണ്ട്, ക്രിസ്ത്യാനിയായി ജനിച്ചെന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ആത്മാവിനാൽ ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും. വെള്ളത്താൽ ജനിച്ചപ്പോൾ നമുക്കൊരു ശരീരം കിട്ടി, നമ്മൾ ഒരു സാധാരണ മനുഷ്യനായി. എന്നാൽ ആ ജനനമല്ല, പുതുജനനം, വീണ്ടും ജനനം. അതെന്താണ്? ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആത്മാവിനാൽ ജനിക്കുക. എന്നിട്ട് പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. അതായത് വെള്ളത്താൽ ജനിച്ചത്, അമ്മയുടെ ഉദരത്തിൽ ജനിച്ചത് ജനനമാണ്, ശാരീരിക ജനനമാണ്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. എന്നാൽ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. ആത്മാവിൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. ജഡത്താൽ ജനിച്ചാൽ പോരാ, ആത്മാവിനാൽ ജനിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ജനിക്കണം. പുതുജനനം. പുതുജനനത്തെക്കുറിച്ച് ഇന്ന് പലപ്പോഴും ആളുകൾ പഠിപ്പിക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരാൾ രക്ഷിക്കപ്പെടാൻ പോലും ടിക്കറ്റാ മതി എന്നുള്ളൊരു കാലയളവിലേക്ക് വന്നിരിക്കുക ഇന്ന്. പുതുജനനത്തെക്കുറിച്ച് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? നമ്മുടെ സഭകളിൽ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? വി നീഡ് ടു ബി ബോൺ അഗെയിൻ. പുതുജനനം വേണം, വീണ്ടും ജനിക്കണം. കാര്യം, വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവിൽ ജനിക്കണം, ദൈവത്തിൽ നിന്ന് ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ അവൻ ദൈവമകനായിത്തീരും. ദൈവമകനായിത്തീർന്നാലാണ് ദൈവത്തിൻ്റെ ഭവനം നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾക്കേ കിട്ടത്തുള്ളൂ. സ്വർഗം ദൈവത്തിൻ്റെയാണ്. ആ സ്വർഗം ദൈവത്തിൽ നിന്ന് ജനിച്ചവനേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ജനിച്ചു വളർന്ന വീട് 200 വർഷമായിട്ട് സെയിം വീടാണ്. കുറച്ച് ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പഴയ തറവാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വല്യപ്പൻ്റെ വല്യപ്പൻ ഗ്രാൻഡ് ഫാദർ പണിയിച്ച വീടാണ് എന്ന് അതിനു മുമ്പുള്ളതായിരിക്കും. എൻ്റെ ഗ്രാൻഡ് ഫാദറൊന്നും അല്ല പണിയിച്ചത്. 100-200 വർഷം പഴക്കമുള്ള വീടാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ജനിച്ച് വന്ന കൂട്ടത്തിൽ, അഹങ്കാരമൊന്നും പറയല്ല കേട്ടോ, എന്ന് ചിന്തിക്കരുത്, കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലാണ്. ഇത്തിരി കൃഷി, ഒരു 10-15 ജോലിക്കാരെല്ലാ ദിവസവും വീട്ടിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, തെങ്ങും തോട്ടമുണ്ട്. അങ്ങനെ ഒരിടത്ത് തന്നെയല്ല, തോട്ടങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എൻ്റെ ഫാദറും ഒക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ ഇവർ ഭയങ്കര ജനറസുമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ പോലുള്ള തൊഴിലാളി മുതലാളി ബന്ധമല്ലായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലാളികൾ അവരുടെ കുടുംബം പോലെയാണ് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും അങ്ങനത്തെ ജോലിക്കാരുണ്ട്. സ്വന്തം കുടുംബം പോലെ നോക്കുന്ന ജോലിക്കാർ നമ്മുടെ തോട്ടത്തിലൊക്കെ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയുള്ളവർ. അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഗ്രാൻഡ് ഫാദറും ഭയങ്കര ജനറസ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൊഴിലാളികളിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം എൻ്റെ ഫാദർ കൂട്ടുനിൽക്കും. ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യം അവന് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശല്ല ഉള്ളൂ. എൻ്റെ ഫാദറാണ് ഹോസ്പിറ്റലിലെ ബില്ല് കൊടുക്കുന്നത്. അതുപോലെ പിള്ളേർ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ കാലത്ത് കൊച്ചു കൊച്ചു ക്ലാസ്സുകളല്ലേ, ഫീസ് കൊടുക്കണമെങ്കിൽ പിള്ളേർ പഠിക്കുകയാണെങ്കിൽ എൻ്റെ അപ്പൻ ആ പിള്ളേരുടെ ഫീസ് കൊടുക്കും. അപ്പോൾ ഫീസ് കൊടുക്കും എന്ന് തന്നെയല്ല, അവരിൽ ചിലർക്കൊക്കെ വീടുകളില്ലായിരുന്നവർക്ക്, കുടികളപ്പെന്നൊക്കെ നമ്മൾ കേൾക്കുമല്ലോ, വീട് വെച്ചിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ കുടികളപ്പുകാർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അന്ന് കൊടുത്തതാണ്, എൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ കൊടുത്ത കുടികളപ്പുകാരുണ്ട്. അങ്ങനെ അത് തന്നെയല്ല, ഈ ആർക്കെങ്കിലും അങ്ങനെ എന്തുവാ അപ്പനെ കുറിച്ച് ഇതെല്ലാം ശരി. പക്ഷേ വീടുണ്ടല്ലോ, പൈതൃകമായി കിട്ടിയ വീട്, എൻ്റെ അപ്പൻ്റെ വീട്, ജോലിക്കാർക്ക് ഒരു കുടില് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അപ്പൻ്റെ വീട് ജോലിക്കാർക്ക് കൊടുത്തിട്ടില്ല.
എൻ്റെ അപ്പൻ്റെ വീട് സഹായം അഭ്യർത്ഥിച്ച് വന്ന ആളുകൾക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ അപ്പൻ്റെ വീട് എനിക്കാ തന്നത്. എന്തുകൊണ്ടാ അപ്പൻ്റെ വീട് എനിക്ക് തന്നത്? ഞാൻ നല്ല ജോലിക്കാരനായതുകൊണ്ടല്ല. എന്തുകൊണ്ടാ? ഞാൻ മകനായതുകൊണ്ടാണ്. അപ്പൻ്റെ വീട് മകന് മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഈ ഉദാഹരണം പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾ വലിയ കാശുകാരാണെന്ന് പറയാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നും അല്ല കേട്ടോ. ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. എന്നതുപോലെ ദൈവം ഭയങ്കര ജനറസാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഏത് മതക്കാരനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവരാര് വന്ന് ദൈവത്തോട് എന്തെങ്കിലുമൊക്കെ സഹായം അഭ്യർത്ഥിച്ചാൽ ദൈവം ചെയ്തു കൊടുത്തെന്നിരിക്കും. ചിലപ്പോൾ രോഗമാണെന്ന് പറഞ്ഞ് വന്ന് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണേ, എൻ്റെ രോഗം മാറ്റണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രോഗം മാറ്റി കൊടുത്തെന്നിരിക്കും. എനിക്ക് താമസിക്കാനൊരു വീടില്ല, ദൈവമേ എനിക്കൊരു വീട് തരണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് മതക്കാരനാണെങ്കിലും ചിലപ്പം ദൈവം വീട് കൊടുത്തെന്നിരിക്കും. മനസ്സലിവ് കൊണ്ട് ദൈവം തൻ്റെ സൃഷ്ടിക്ക് എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതിനാണ് നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടത്. വീണ്ടും ജനിക്കുന്നവൻ മാത്രമാണ് ദൈവത്തിൻ്റെ മകൻ. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഇവിടെയുള്ള മുഴുവൻ ആളുകളോട് ഞാൻ പറയാം, മറ്റൊന്നുമല്ല, നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു മാർഗമേ ഉള്ളൂ, ദൈവമകനാവുക, ദൈവത്തിൻ്റെ മകനാകുക. ദൈവത്തിൻ്റെ മകനാകുന്നത് എങ്ങനെയാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആർക്കാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ. അപ്പോൾ സ്വാഭാവികമായി ആളുകൾക്ക്, ഞാൻ പറഞ്ഞ വാചകം കേൾക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, ഓക്കെ, ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ സ്വർഗം എന്ന് വെച്ചോ, ഞാൻ എങ്ങനെയാ ദൈവത്തിൻ്റെ മകനാകുന്നത് എന്ന് ചോദിച്ചാൽ, എങ്ങനെ ദൈവത്തിൻ്റെ മകനാകണമെന്നുള്ളതും ഈ വേദപുസ്തകത്തിലുണ്ട് പ്രിയമുള്ളവരെ. ഈ വേദപുസ്തകത്തിൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വേദപുസ്തകം ഒന്ന് ഇരുന്നൊന്ന് വായിച്ചു നോക്കാം, അതിനകത്തുണ്ട് എങ്ങനെ ദൈവ മകനാകാൻ പറ്റും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട്, റിസീവ് ഹിം ഇൻസൈഡ് ആൻഡ് ബിലീവ് ഇൻ ഹിസ് നെയിം, ഗോഡ് ഹാസ് ഗിവൺ അതോറിറ്റി ടു ബിക്കം ഹിസ് ചിൽഡ്രൻ. റിസീവ് ഹിം ഇൻസൈഡ്, അവനെ കൈക്കൊണ്ടെന്നുള്ള വാക്ക് അവനെ ഉള്ളിൽ കയറ്റിയിരുത്തി എന്നാ അതിൻ്റെ കറക്റ്റ് അർത്ഥം. യേശുവിനെ ഉള്ളിൽ കയറ്റിയിരുത്തണം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഭൂമിയിൽ ജീവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല വിശ്വാസം. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് കുറെ കൂടെ ആഴമുള്ള അർത്ഥമാണ്. ആ യേശുവിനെ ഹൃദയത്തിൽ കയറ്റിയിരുത്തി ആ യേശുവിൻ്റെ പേര് സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്ന അർത്ഥം. ആ യേശുവിൻ്റെ പേര് സ്വീകരിക്കുക. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ജനനത്താൽ. അടുത്ത വാക്യം അതാ പറയുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താൽ അല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യേശുവിനെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. അതാണ് നിക്കോദിമോസിനോട് പറയുന്നത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ, ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ. ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ദൈവത്തിൻ്റെ മകനാണ്. ആ ദൈവത്തിൻ്റെ മകനുള്ളതാണ് സ്വർഗം. അല്ലാതെ ആർക്കും സ്വർഗമില്ല. ദൈവത്തിൽ നിന്ന് എങ്ങനെ ജനിക്കും? യേശുവിനെ ഉള്ളിൽ കയറ്റണം.
വെറുതെ കയറ്റുകയല്ല, എവിടെങ്കിലും ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, ഉള്ളിൽ കയറ്റി അവിടെ ഇരുത്തണം. സമയം ഒത്തിരി ഇല്ലാത്തത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിലും ഞാൻ സമയം അനുസരിച്ച് എങ്ങനെ പെട്ടെന്ന് പറയാം. ദൈവത്തെ ഉള്ളിൽ കയറ്റി ഇരുത്തണം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ നാമം സ്വീകരിക്കണം. ജനിക്കുമ്പോൾ നമുക്കൊരു പുതിയ പേര് കിട്ടുകയാണ്. നമ്മളൊക്കെ ജനിച്ചപ്പോൾ എൻ്റെ ഫുൾ നെയിം സാജു ജോൺ മാത്യു എന്നാണ്. ഏതോ ഒരു ഐഡിയ ആരോ എഴുതി ഉണ്ടാക്കിയപ്പം, പഞ്ചായത്തിൻ്റെ ഏതാണ്ടാ, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവർ എഴുതിയിരിക്കുകയാണ് സാജു ജോൺ മാത്യൂസ് കറിയ തോമസ് മാത്യു എന്ന്. എന്നറിയാമോ? എൻ്റെ വല്യപ്പൻ്റെയും വല്യപ്പൂപ്പൻ്റെയും പേരെല്ലാം ഇവർ എടുത്തു. അങ്ങനെ സാജു ജോൺ മാത്യൂസ് കറിയ തോമസ് മാത്യു എന്നാക്കി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവന്മാർ കൊള്ളാമല്ല ആൾക്കാർ, ഇച്ചിരി കൂടെ ഒരു റിസർച്ച് നടത്തിയായിരുന്നെങ്കിൽ സാജു ജോൺ മാത്യൂസ് കറിയ തോമസ് മാത്യു ഡാഷ് ആദാമെന്ന് വന്നേനെ. കാര്യം വന്ന് നിൽക്കുന്ന എവിടെയാ? ആദാം. ഭൂമി ജനിക്കുന്ന എല്ലാ മനുഷ്യനും ആദാം. അതാണ് വെള്ളത്താലുള്ള ജനനം, ശരീരത്താലുള്ള ജനനം, ജഡത്താലുള്ള ജനനം. ജഡത്താൽ ജനിക്കുമ്പോൾ നമ്മൾ എന്തായി തീരുകയാണ്? ആദമിൻ്റെ മക്കളാവുകയാണ്. എന്നെ സാജു എന്ന് എല്ലാവരും വിളിക്കുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഒഫീഷ്യലി ഒരാൾ എന്നെ വിളിക്കുകയാണെങ്കിൽ എൻ്റെ പാസ്പോർട്ട് നോക്കിയിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ നോക്കുമ്പോഴത്തേക്ക് എന്നെ വിളിക്കുന്നത് മിസ്റ്റർ മാത്യു. കാര്യം അവർക്ക് ഈ സർനെയിം മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ പേഴ്സണൽ നെയിമൊന്നും അവർക്ക് വിഷയമല്ല. മിസ്റ്റർ മാത്യു. അപ്പം എൻ്റെ സർനെയിം പറഞ്ഞു വന്നാൽ ആത്യന്തികമായി എവിടെ ചെന്ന് നിൽക്കും? ആഡം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും മിസ്റ്റർ ആഡമാണ്. ഈ മിസ്റ്റർ ആഡം എന്ന നാമം, പേര്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നാമം എടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള ജഡത്താലുള്ള ജനനത്താൽ നമ്മൾ എടുത്തിട്ടുള്ള പേര് മിസ്റ്റർ ആഡമാണ്. നമ്മളെല്ലാം ആദമിൻ്റെ മക്കളാണ്. ഈ ആദമിൻ്റെ മക്കൾക്ക് സ്വർഗത്തിലോട്ട് കയറാൻ പറ്റുകയില്ല. പറുദീസയിൽ നിന്ന് ആദാമിനെ പുറത്താക്കിയപ്പോൾ എന്താ അവിടെ കാണുന്നത്? 2 ദൂതന്മാരെ അവിടെ കാവൽ നിർത്തിയിരിക്കുകയാണ്, ഊരി പിടിച്ച വാളുമായിട്ട്. ആദാം അകത്തോട്ട് ഇനിയും കയറാൻ പാടില്ല. ആദാം മാത്രമല്ല, മിസ്റ്റർ ആഡം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആർക്കും. അപ്പം എനിക്കും കയറാൻ പറ്റുകയില്ല. ഞാൻ പറയുകയാണെന്ന് വെച്ചോ, അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് കയറണം, ഇല്ല നിങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റുകയില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? യു ആർ മിസ്റ്റർ ആഡം. നോ, ഐ ആം സാജു. അതെ, ഇവിടെ പേര് അങ്ങനില്ല. ഇവിടുത്തെ റെക്കോർഡിൽ നിങ്ങളുടെ പേര് ആദമെന്നാ. നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. ശരീരത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്കും ജഡത്താൽ ജനിച്ച ജനനം കൊണ്ട് സ്വർഗത്തിൽ കയറാൻ കഴിയില്ല. അതിന് നമുക്കൊരു പുതിയ പേര് കിട്ടണം. അതാണ് പറഞ്ഞത്, അവനിൽ നിന്ന് ജനിക്കുമ്പോൾ നിങ്ങൾക്ക് യു ആർ റിസീവിങ് ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ പേര് സ്വീകരിക്കുകയാണ്. ജനിക്കുമ്പോൾ ഞാൻ മിസ്റ്റർ ആഡം ആണെങ്കിൽ ജനനത്താലാണ് എനിക്ക് ആ പേര് കിട്ടുന്നത്. മാത്യു എന്ന് എനിക്ക് പേര് കിട്ടിയത് എന്നാ? ഞാൻ കുറച്ചുനാൾ കൂടി ഇരുന്ന് തീരുമാനിച്ചു, ഞാൻ മാത്യുവിൻ്റെ മകനാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കരങ്ങളെ ഉയർത്തിയപ്പോഴൊന്നുമല്ല. മാത്യു എന്ന പേര് എനിക്ക് കിട്ടിയത് ഞാൻ ജനിച്ചപ്പോഴാണ്. അതുപോലെ യേശുവിനെ സ്വീകരിക്കുന്നു പറഞ്ഞ് കരങ്ങളെ ഉയർത്തിയാലോ ടിക്കിട്ടാലോ ഒന്നും യേശുവിൻ്റെ നാമം എനിക്ക് വന്ന് വീഴത്തില്ല. അതിന് ഞാൻ യേശുവിൽ നിന്ന് ജനിക്കണം. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ സർനെയിം യേശുവാണ്. അപ്പം ഞാനിപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് പറുദീസയുടെ മുമ്പിൽ നിൽക്കുന്ന അവർ പറയും, എടാ പഴയ പാട്ട് വരുന്നുണ്ട്, എടുക്കടാ വാളെന്ന് പറഞ്ഞ് നോക്കിയിട്ട് മറ്റേ പുള്ളി പറയും, എടാ ഇന്നാളി വന്ന ആളല്ലല്ലോ ഇത്, ഇയാൾ മിസ്റ്റർ ജീസസ് ആണല്ലോ. അവൻ്റെ വാൾ അവന് ഉറയിലിട്ടിട്ട് ഇങ്ങനെ കൈയും കൂപ്പി നിൽക്കും. യേശുവിൻ്റെ കൂടെ ഞാൻ അകത്ത് കയറിപ്പോകും. കാര്യം ഞാൻ പുതിയ പേര് സ്വീകരിച്ചു. എങ്ങനെ സ്വീകരിച്ചു? ജനനത്താൽ. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എൻ്റെ പേര് മാറി. യു സീ ദ ഡിഫറൻസ്? നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ജനിച്ചപ്പോൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീണ്ടും ജനിച്ചവന് മാത്രമേ യേശുവിൻ്റെ പേര് കിട്ടത്തുള്ളൂ. അവന് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ.
അതുകൊണ്ട് മരണശേഷം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ്? അവനെ ഹൃദയത്തിൽ ഇരുത്തണം, കയറ്റിയിരുത്തണം. യേശുവിൻ്റെ ഉള്ളിൽ അപ്പോഴാണ് ഞാൻ വീണ്ടും ജനിക്കുന്നത്, യേശുവിനെ അകറ്റിയിരിക്കുമ്പോൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, അത് നിങ്ങൾ വീട്ടിൽ പോയൊന്ന് വായിക്കണം. അത് മുഴുവനായിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുക. 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവരെ പോഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? രാവിലെ തൊട്ട് യേശുവിൻ്റെ വലിയ പുരുഷാരം ഭക്ഷണം അവിടെ കയറി കർത്താവ് പറയുന്ന വാക്കുകളൊക്കെ കേട്ടോണ്ടൊക്കെ ഇരുന്നു. അവർ വരാനുള്ള കാരണം തന്നെ എന്താണെന്ന് 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. അപ്പോൾ ഈ ആളുകൾ, ഞാൻ ചിലപ്പോൾ പറയും മൾട്ടിറ്റ്യൂഡ്, പുരുഷാരം എന്നാണ് പറയുന്നത്. ഈ പുരുഷാരം യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ചെന്നതിൻ്റെ കാര്യമല്ല, അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടു. നമുക്ക് ഇവിടെ ക്രൂസൈഡിന് ആൾ കൂടണമെങ്കിൽ ചുമ്മാതാണേലും അഡ്വർടൈസ് ചെയ്യണം. മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, നിങ്ങളും വാ, അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇപ്പം ആൾ കൊടുത്തുള്ളൂ. യേശുവിൻ്റെ കാലത്തിലും ഇതൊക്കെ കേട്ട ആളുകൾ കൂടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവർക്കൊന്നും മാനസാന്തരം വന്നതൊന്നും അല്ല, ചുമ്മാ അത്ഭുതം കാണാൻ വന്നതാ. അവർ പുരുഷാരമാണ്. ഈ പുരുഷാരത്തിൽ ഒരാളാകാനാ ഇന്ന് പലപ്പോഴും ആളുകൾ പരിശ്രമിക്കുന്നത്. ഈ യോഗത്തിനൊക്കെ ഞാൻ പോകും. എന്തുകൊണ്ട് പോകും? അല്ല, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ, ആ പള്ളിയിലെ ഒത്തിരി അടയാളമൊക്കെ ഉണ്ട്, ഒത്തിരി അത്ഭുതമൊക്കെ നടക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ പോയേക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ചെല്ലുന്ന നല്ലൊരു ശതമാനം ആളുകളും സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്ഭുതം കണ്ടതുകൊണ്ടോ അത്ഭുതം അനുഭവിച്ചത് കൊണ്ടോ സ്വർഗത്തിൽ പോകത്തില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന നമ്മളിവിടെ കണ്ടു. കർത്താവിൻ്റെ മനസ്സിലിവ. കർത്താവ് പറഞ്ഞു, ഇവരെ വിശക്കുന്നവരായിട്ട് വിടാൻ എനിക്ക് മനസ്സില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. അവർ പറഞ്ഞു, ഞങ്ങൾ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ 5 അപ്പമുണ്ട്, 2 മീനുണ്ട്, അത് കൊണ്ടുപോവാ. കർത്താവ് അത് വാഴ്ത്തി, കർത്താവ് തന്നെ അപ്പം അവർക്ക് നുറുക്കി കൊടുത്തു. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി അവരെ ഭക്ഷിച്ചു. ആരാ ഭക്ഷണം കൊടുത്തത്? കർത്താവാണ് കൊടുത്തത്. കർത്താവാണ് അത്ഭുതം പ്രവർത്തിച്ചത്. കർത്താവ് രോഗികളെ സൗഖ്യം. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആരാ സൗഖ്യമാക്കിയത്? കർത്താവാ. പക്ഷേ കർത്താവ് രോഗികളെ സൗഖ്യമാക്കി ഓടിക്കൂടിയ ജനം കർത്താവ് കൊടുത്ത ഭക്ഷണം കഴിച്ചു. 5000 പുരുഷന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം കൂടെ എന്ത് പറഞ്ഞു? എടാ, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ, നമുക്കിവനെ പിടിച്ചങ്ങ് രാജാവാക്കാം. അവിടെ താഴെ എഴുതിയിരിക്കുന്ന കാര്യമാണ് അവിടെ ഞാൻ പറയുന്നത് 15-ാമത്തെ വാക്യത്തിൽ. അവർ അന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് അവർ പറഞ്ഞു, നമുക്ക് യേശുവിനെ രാജാവാക്കണം. എന്തിനാ രാജാവാക്കുന്നത്? അപ്പോൾ നമുക്കെന്നും ഭക്ഷണം കഴിക്കാം, നമുക്കെന്നും അത്ഭുതം നടക്കും, നമുക്കെന്നും രോഗം സൗഖ്യമാകും, നമുക്കെന്നും എല്ലാം കിട്ടും. ഇവനെ പിടിച്ച് രാജാവാക്കാം. പലരും യേശുവിനെ സ്വീകരിക്കുന്നത് വല്ലതും കിട്ടാനാ. അതിനെ നമ്മളങ്ങ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ തല കാണിച്ചു കൊടുത്തേനെ, ഇങ്ങോട്ട് വെച്ചാൽ ആ കിരീടമെന്ന് പറയും. പക്ഷെ കർത്താവ് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോക്കോളാൻ. എന്നിട്ട് കർത്താവും രാത്രി കടലിൽ മീതെ നടന്ന് അക്കരെ ചെന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇവർ പിന്നെയും വന്നു. ഈ 5000 പുരുഷന്മാർ, അതിനകത്ത് നല്ലൊരു ശതമാനം പിന്നെയും വന്നു. അവിടെ വന്നപ്പോൾ യേശുവിനെ അവിടെ കണ്ടില്ല, ശിഷ്യന്മാരെയും കണ്ടില്ല. എവിടെ പോയി അവൻ? അതിനോട് പറഞ്ഞു, അക്കരയ്ക്ക് പോയതായിരിക്കും. ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ, യേശു ഇല്ലായിരുന്നു. അവർ അക്കരയ്ക്ക് പോയതായിരിക്കും. അവർ പടകുകൾ വാടകയ്ക്കെടുത്ത് അക്കരെ പോയി അവിടെ ചെന്നപ്പോൾ യേശു കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ നിന്നെ എവിടെല്ലാം അന്വേഷിച്ചു, ഞങ്ങൾ നിന്നെ രാജാവാക്കാൻ വന്നിരിക്കുക, ഞങ്ങൾ എവിടെല്ലാം അന്വേഷിച്ചു. കർത്താവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എന്താ അന്വേഷിച്ചതെന്ന്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല നിങ്ങൾ വന്നത്, നിങ്ങൾ അപ്പം തിന്നാൻ വന്നതാ.
പല ആളുകളും സഭയിൽ വരുന്നത് അപ്പം തിന്നാനാ, അല്ലെങ്കിൽ രോഗം സൗഖ്യം കിട്ടാനാ, അല്ലെങ്കിൽ വീട് കിട്ടാനാണ്, കാശ് കിട്ടാനാണ്, സമ്പത്ത് കിട്ടാനാണ്. അതിനാ പലരും സഭയിൽ വരുന്നത്. ഇല്ലാത്തത് കിട്ടാനും, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെയും വരും. എന്നാണെന്നറിയാമോ? ഉള്ളത് പോകാതിരിക്കാൻ. ഇനി പള്ളിയിലെങ്ങാനും പോകാതിരുന്നാൽ, സഭയിൽ പോകാതിരുന്നാൽ ഉള്ളത് കർത്താവ് എടുത്തു കളഞ്ഞാലോ എന്നുള്ള പേടി. അവരുടെ ജീവിതം മുഴുവൻ ഈ ഭൂമിയിലെ വസ്തുക്കളുമായും സൗഖ്യവുമായും അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട. യേശു അവർക്ക് വലിയ വിഷയമൊന്നുമല്ല. യേശു പുറത്താ. കർത്താവ് അവരോട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഭക്ഷണം കഴിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിപ്പീൻ. നിങ്ങൾ ഇന്നലെ ആരാ ഭക്ഷണം കൊടുത്തത്? യേശുവാ കൊടുത്തത്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് ആരാ? യേശുവാ. സൗഖ്യമാക്കിയത് ആരാ? യേശുവാ. പക്ഷെ അത് നശിച്ചു പോകുന്ന ആഹാരമാണ്. യേശു തന്നാലും അത് നശിച്ചു പോകുന്നതാണ്. ഒരു ജോലി തന്നാൽ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ആ ജോലി പോയെന്നിരിക്കും. യേശു ചിലപ്പം രോഗം സൗഖ്യമാക്കിയെന്നിരിക്കും, ചിലപ്പം ക്യാൻസർ സൗഖ്യമായിരിക്കും, പക്ഷേ മെനഞ്ചൈറ്റിസ് പിടിച്ച് മരിച്ചെന്നും ഇരിക്കും. അതുകൊണ്ട് അത് ഒക്കെ നശിച്ചു പോകുന്നതാണ്. രോഗസൗഖ്യം പോലും നശിച്ചു പോകുന്നതാണ്. അതൊന്നും നിലനിൽക്കുന്നതല്ല. പിന്നെ കർത്താവ് എന്തുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത്? മനസ്സലിവ് കൊണ്ട് ചെയ്യുന്നതാ. പാവം, വിശക്കല്ലേ, കൊടുത്തേക്കാം. രോഗിയല്ലേ, ശരി, സൗഖ്യമാക്കിയേക്കാം. എൻ്റെ സൃഷ്ടിയല്ലയോ. അതാ ഇന്നിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുഴുവൻ ഈ അത്ഭുതങ്ങളാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അടയാളം കണ്ടില്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾക്ക് ഭക്ഷണം കിട്ടി, അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ട് നിങ്ങൾ വന്നു. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ കാംക്ഷിപ്പീൻ. നിങ്ങളുടെ ദർശനം ഒന്ന് മാറണം. നിങ്ങളിപ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, ഇവിടുത്തെ ഭക്ഷണമാണ് ചിന്തിക്കുന്നത്. പകരം നിങ്ങൾക്ക് നിത്യജീവനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിത്യജീവനെ കുറിച്ച് അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ ഭക്ഷണവും ഈ രോഗസൗഖ്യവും ഇതൊക്കെ അല്ലാതെ ഒന്നുമില്ലേ നിങ്ങളുടെ മനസ്സിൽ? നിത്യജീവനെ കുറിച്ചൊന്ന് ആലോചിക്ക്. കർത്താവ് ചോദിക്കുക. ഇന്നത്തെ പ്രശ്നം അതാ. നിത്യജീവനെ കുറിച്ച് ആരാ പ്രസംഗിക്കുന്നത്? അതൊന്നും ഇവിടെ പ്രസംഗമൊന്നുമില്ലല്ലോ. രോഗം സൗഖ്യമാക്കുന്ന കാര്യമൊക്കെ പറയും. ആള് കൂട്ടാനുള്ള സകല തന്ത്രങ്ങളും ഈ പ്രസംഗകർ ഉപയോഗിക്കും. നിത്യജീവനെ കുറിച്ച് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞൊരു തമാശയുണ്ട്. ഒരിക്കൽ വലിയൊരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായി. ആ ട്രെയിൻ ആക്സിഡന്റിൽ 12,000 പേര് ഉണ്ടായിരുന്ന മറിഞ്ഞ്, അതിനകത്തുള്ളവരെ എല്ലാം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം, പട്ടാളക്കാർ പെട്ടെന്ന് വന്നു. അവരെ എടുത്ത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. അപ്പോൾ അവിടെ കിടക്കാൻ കട്ടിലൊന്നുമില്ല. എല്ലാവരും തറയിലൊക്കെ കിടത്തിയിരിക്കുക. ചിലരെ ഡെസ്കേ കിടത്തിയിരിക്കുക, ബെഞ്ചേ കിടത്തിയിരിക്കുക, മേശയെ കിടത്തിയിരിക്കുക. അപ്പം ഡോക്ടർമാരും അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആണല്ലോ. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെല്ലാം പെട്ടെന്ന് ഓടി വരിക. ഒരുത്തനെ ഒരാളുടെ അടുത്ത് കൂടുതൽ നോക്കി നിൽക്കാനൊന്നും നേരമില്ല. അവരുടെ സ്പെഷ്യലൈസേഷനെ അവർ നോക്കുന്നുള്ളൂ. ആദ്യത്തെ ആൾ വന്നത് ഒരു ഓർത്തോപീഡിക് സർജനാ. അയാൾ വന്ന് നോക്കിയപ്പോൾ ഒരാളുടെ കാലൊടിഞ്ഞിരിക്കുക. അയാൾ പെട്ടെന്ന് കാല് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഓടിപ്പോയി. അടുത്ത ആളെ നോക്കണ്ടേ? അത് കഴിഞ്ഞപ്പോൾ ഇതേ ആളുടെ അടുത്ത് യൂറോളജിസ്റ്റ് വന്നപ്പോൾ ഇയാൾ മൂത്രം ഒഴിക്കുന്നില്ല. ഇയാളൊരു കത്തീഡ്രലൊക്കെ ഇട്ടു. അപ്പം മൂത്രമൊക്കെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം എന്നിട്ട് അയാളങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു സർജൻ വന്നു കഴിഞ്ഞപ്പം വയറ് കീറിയിരിക്കുക. അയാൾ പെട്ടെന്ന് അതെല്ലാം തുന്നിക്കുട്ടി എല്ലാം ശരിയാക്കി. എന്നിട്ട് അയാളങ്ങ് ഓടിപ്പോയി. വേറെ കാര്യങ്ങളൊന്നും നോക്കാൻ അയക്ക് നേരമില്ല. അത് കഴിഞ്ഞപ്പോൾ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് വന്നപ്പം ഹൃദയം ഇടിക്കുന്നില്ല. അയാൾ അവിടെ ഇവിടെയൊക്കെ കൊട്ടി നോക്കിയപ്പം ബീപ് ബീപ് എന്നൊന്ന് കണ്ടു. ഉടനെ അയാളും പോയി. അത് കഴിഞ്ഞപ്പോൾ ന്യൂറോ സർജൻ വന്നു. അയാൾ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ശരീരത്തിന് തലയില്ലെന്ന്. തലയില്ലാത്ത ശരീരത്തെയാ ചികിത്സിച്ച് ഒരു പരുവമാക്കിയത്. ഇതുപോലെ നിത്യജീവനെ കുറിച്ച് മിണ്ടാതെ നിന്റെ കടം മാറും, നിന്റെ രോഗം മാറും, നിനക്ക് സൗഖ്യം കിട്ടും, നിനക്ക് പൈസ കിട്ടും, നിന്റെ വീട് കിട്ടും, നിനക്ക് കാർ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ തലയില്ലാത്ത ശരീരത്തെ ചികിത്സിക്കുന്നത് പോലെയുള്ള വിഡ്ഢികളാണ്. എടാ, നിത്യജീവനെ കുറിച്ച് പറ.
ഇവനെ ആദ്യം ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്ക്. അവൻ്റെ കാല് ശരിയാക്കിക്കോ. എടാ, തലയുള്ളവൻ്റെ കാല് ശരിയാക്കിയാൽ കുഴപ്പമില്ല, തലയില്ലാത്തവന് കാല് ശരിയാക്കിയിട്ട് എന്തോ എടുക്കാനാ? പ്രിയമുള്ളവരെ, നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ നിത്യജീവനെക്കുറിച്ച് സംസാരിക്കണം. അതാണ് അത്യാവശ്യമായിരിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നലെ ഞാൻ ആഹാരം തന്നു, നിങ്ങൾ വിശന്നു ആഹാരം തന്നു, ആഹാരം തിന്നേച്ചു പോയി. എടാ, നിന്റെ നിത്യജീവനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്ക്. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അതിന് വാ എൻ്റെ അടുത്ത്, അപ്പം തിന്നാനല്ല. അതെന്തുവാ? കർത്താവ് പറഞ്ഞു, യഥാർത്ഥ അപ്പം എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് പണ്ട് മോശ തന്നായിരുന്നു മന്ന. അതൊന്നുമല്ല യഥാർത്ഥ അപ്പം. എന്താണ് യഥാർത്ഥ അപ്പം? ജീവനുള്ള അപ്പം എന്ന് പറയുന്നത് ഞാനാണ്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അതായത് യേശുവിനെ തിന്നണം. യേശുവിനെ തിന്നണമെന്ന് പറയുമ്പോൾ കടിച്ചു പൊളിച്ച് തിന്നണമെന്നല്ല എൻ്റെ അർത്ഥം. കർത്താവ് പറഞ്ഞത് എന്താ? എന്നെ നിങ്ങളുടെ ഉള്ളിൽ കയറ്റിയിരുത്തണം. നിങ്ങൾ ഇന്നലെ എന്നെ രാജാവാക്കാൻ വന്നല്ലോ. എന്തിനാ? അപ്പം തിന്നാൻ. പക്ഷേ ഞാൻ രാജാവാണ്. എന്തിനാ വരുന്നതെന്നറിയാമോ? എന്നെ നിങ്ങൾ തിന്നുക. കർത്താവിനെ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിനെ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവച്ച് വായിക്കൂടെ വയറ്റിലോട്ട് പോകുക എന്നുള്ളതല്ല. വയറ്റിലോട്ട് പോയാൽ വയറ്റിൽ നിന്ന് പോകും. പക്ഷേ യേശുവിനെ കയറ്റുന്നത് വയറ്റിലോട്ടല്ല, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തിയായി. കർത്താവ് പറഞ്ഞു, ഞാൻ രാജാവാണ്. നിങ്ങൾ എന്നെ രാജാവാക്കാൻ നോക്കി, ഞാൻ രാജാവാണ്. പക്ഷെ ഞാൻ അകത്ത് കയറിയാൽ പിന്നെ ഞാനാ ഭരിക്കുന്നത്. നിനക്ക് യാതൊരു അവകാശവും പിന്നീടില്ല. ഐ വിൽ റൂൾ യുവർ ലൈഫ്. നിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. അങ്ങനെ എന്നെ സ്വീകരിക്കുമ്പോൾ ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. നിത്യജീവൻ കിട്ടണമെങ്കിൽ യേശു ഉള്ളിൽ കയറി എന്നെ ഭരിക്കണം. എൻ്റെ ജീവിതം രൂപാന്തരപ്പെടണം. എൻ്റെ ജീവിതത്തിന് വലിയ വ്യത്യാസം ഉണ്ടാകണം. യേശു ഉള്ളിൽ കയറി ഇരിക്കുമ്പോഴാണ് എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. യേശു ഉള്ളിൽ കയറുമ്പോഴാണ് ഞാൻ ദൈവ പൈതലാകുന്നത്. അപ്പോഴാണ് ഞാൻ വീണ്ടും ജനിക്കുന്നത്. എങ്ങനെ എനിക്ക് വീണ്ടും ജനിക്കാൻ പറ്റും? ഒറ്റ കാര്യമേ പറ്റുള്ളൂ, വേറെ ഒരു മാർഗമില്ല. യേശുവിനെ എൻ്റെ രാജാവാക്കി അകത്ത് കയറ്റി കർത്താവാക്കി. അതുകൊണ്ടാണ് അവനെ കർത്താവെന്ന ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. രോഗസൗഖ്യദായകൻ എന്ന് ഏറ്റു പറയുന്നവൻ അല്ല രക്ഷിക്കപ്പെടുന്നത്. അവൻ രോഗസൗഖ്യദായകനാണ്. അപ്പം തരുന്നവൻ എന്ന് പറയുന്നതല്ല, കർത്താവാക്കണം. യേശു ഉള്ളിൽ വരുന്നത് നിന്നെ ഭരിക്കാനാ. ഭരിക്കാൻ. ആൾക്കാർ പറഞ്ഞു, ഇത് കഠിന വാക്ക്, ഇത് ആർക്കനുസരിക്കാൻ പറ്റും? പ്രിയമുള്ളവരെ, നിത്യജീവന്റെ മൊഴികൾ കഠിന വാക്കുകളാണ്. ആർക്കനുസരിക്കാൻ പറ്റും? എന്താ സംഭവിച്ചത്? എല്ലാവരും അവനെ വിട്ടുപോയി. ഇന്നലെ എത്ര പേരുണ്ടായിരുന്നു? 5000 പുരുഷന്മാർ. ഒരു 5000 സ്ത്രീകളും കൂടെ കൂട്ടിക്കോ, 10000. ഒരു 2000 പിള്ളേരോടെ കൂട്ട്, 12000. ഇന്നലെ 12000 പേരുണ്ടായിരുന്നു. ഇപ്പം ആരുമില്ല. 12 പേര് അവിടെ നോക്കിപ്പോണ്ട്. 12000 12ആയി. കർത്താവ് പറഞ്ഞില്ല, കുഞ്ഞുങ്ങളെ നിങ്ങളെങ്കിലും എന്നെ ഇട്ടേച്ച് പോകല്ലേ. ഇന്നലെ ഇവന്മാർക്കൊക്കെ ഞാൻ ഫുഡ് കൊടുത്തതാ, പക്ഷെ അവന്മാർ എന്നെ ഇട്ടേച്ച് പോയി, നിങ്ങളെങ്കിലും എന്നെ ഇട്ടേച്ച് പോകരുത് എന്നാണോ കർത്താവ് പറഞ്ഞേ? അല്ല. കർത്താവ് പറഞ്ഞു, എന്തിനാണ് നോക്കി നിൽക്കുന്നത്? നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടെങ്കിൽ പൊക്കോ. ഐ ഡോണ്ട് കെയർ. എൻ്റെ അടുക്കൽ ഒരുവൻ വന്നാൽ ഞാൻ അവനെ ഭരിക്കും. എൻ്റെ അടുക്കൽ ഒരുവൻ വന്നാൽ ഞാൻ അവന് നിത്യജീവൻ നൽകും. ഞാൻ അകത്ത് കയറിയിരിക്കും. തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അങ്ങനെയുള്ളവൻ എൻ്റെ അടുത്ത് വന്നാൽ മതി, അല്ലാത്ത പോട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ? യേശു എന്നെ ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോഴാണ് ഞാൻ യേശുവിനെ കർത്താവാക്കുന്നത്. യേശുവിനെ കർത്താവാക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും അവനെ കർത്താവാക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഇന്നെൻ്റെ വാക്ക് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ,
നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ഞാൻ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. പക്ഷേ നശിച്ചു പോകുന്ന രോഗസൗഖ്യമല്ല, നിലനിൽക്കുന്ന നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കണം. നശിച്ചു പോകുന്ന, നിങ്ങൾക്ക് വീട് തന്നു, കാറ് തന്നു എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. വീടും കാറും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചോ? എനിക്ക് അതിനൊന്നും വിരോധമൊന്നുമില്ല, നല്ല കാര്യമാണ്. കർത്താവ് തന്നതല്ലേ, എടുത്തു. നിങ്ങളുടെ വീടും കാറും ഒക്കെ നിങ്ങൾ എടുത്തു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരമല്ല അതൊന്നും. വീടും കാറും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ നിങ്ങളവനെ ഉള്ളിൽ കയറ്റിയിരുത്തിയാൽ നിങ്ങൾ വീണ്ടും ജനിക്കും. നിങ്ങൾ ദൈവ മക്കളായി തീരും. ദൈവത്തിൽ നിന്ന് ജനിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിൻ്റെ മകനായി തീർന്നാൽ മാത്രമേ, വീണ്ടും ജനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവ മക്കളാകുവാൻ കഴിയൂ. ആ ദൈവ മക്കൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. അവർക്കുള്ളതാണ് നിത്യജീവൻ. ഈ കേട്ട് നിന്ന 12 പേര് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട്. ആ 12 പേര്, 12,000 പേരിൽ 12 പേര്, ഇത്രയൊക്കെ ഉള്ളൂ സ്വർഗത്തിൽ പോകുന്നത്. വലിയ ജനക്കൂട്ടവും വലിയ ക്രൂസൈഡും വലിയ ആൾക്കൂട്ടവും ഒക്കെ കണ്ടിട്ട് ഇവരെല്ലാം കൂടെ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് ആരും ചിന്തിക്കേണ്ട. എടാ, സഭയെ വരുന്നവനും പെന്തിക്കോസി വരുന്നവനും എല്ലാവരും ഒന്നും അങ്ങോട്ട് പോകത്തില്ല. ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ്? യേശുവിനെ ഹൃദയത്തിൽ കർത്താവാക്കുന്നവൻ, അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. അവന് പുതിയൊരു പേര് കിട്ടുന്നു, ദൈവത്തിൻ്റെ പേര്, യേശുവിൻ്റെ പേര്. ഇപ്പം ഞാൻ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നത് പോലെയാ ദൈവം എന്നെ സ്വീകരിക്കുന്നത്. കാര്യം യേശുവിൻ്റെ കുപ്പായമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അവൻ്റെ നീതിയുടെ വസ്ത്രം അവൻ എന്നെ ധരിപ്പിച്ചിരിക്കുകയാണ്. ബിക്കോസ് ഐ ആം ബോൺ എഗെയിൻ. ഈ വീണ്ടും ജനനാനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഈ യോഹന്നാൻ 6-ാം അധ്യായമൊക്കെ എന്തുമാത്രം നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ പോയി വായിച്ച് പഠിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ സമയം ആയി. പക്ഷേ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഈ വാക്ക് കേൾക്കുന്ന ആരും എവിടെയാണെങ്കിലും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുകയായിരിക്കും, ഒരുപക്ഷെ ലൈവ് കാണുകയായിരിക്കും, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുകയായിരിക്കും. ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ ഏത് പള്ളിയിലാണ് പോകുന്നതെന്ന്, നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ചികിത്സിച്ച ഡോക്ടർ ഒന്നും നോക്കിയില്ല എന്നതുപോലെ യേശുവിനെ ഇന്ന് വസ്തുക്കളുടെ ആവശ്യത്തിന് വേണ്ടി കാറ് തരുന്നവനും വീട് പരിചയപ്പെടുത്തി നിത്യജീവനെ കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ കാല് ശരിയാകണം, വയറ് ശരിയാകണം, എല്ലാം ശരിയാകണം. എനിക്ക് വീട് വേണം, എനിക്ക് രോഗസൗഖ്യം വേണം, എല്ലാം വേണം. പക്ഷേ നിത്യതയില്ലെങ്കിൽ എന്തോ എടുക്കാനാ? ഇതെല്ലാം കിട്ടിയിട്ട് നരകത്തിൽ പോകാനാണോ നിങ്ങൾ നോക്കുന്നത്? ഇതെല്ലാം കിട്ടിയാലും യേശുവിനെ കർത്താവാക്കിയില്ലെങ്കിൽ നീ നരകത്തിലേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വാക്ക് കേൾക്കുന്നവർ, രോഗസൗഖ്യം, ഞാനും രോഗസൗഖ്യം അനുഭവിച്ചിട്ടുണ്ട്. രോഗസൗഖ്യം ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളുടെ മിഷണറീസ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 100 ചിലവാനും മിഷണറിമാരുണ്ട്. ഈ ക്രൂസൈഡ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതം അവർ പ്രാർത്ഥിച്ച് സൗഖ്യമാകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് ഒത്തിരി പേര് സൗഖ്യമായിട്ടുണ്ട്. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ അവരോടും പറയും, എന്താണെന്നറിയാമോ? നിത്യജീവൻ്റെ മൊഴികൾ യേശുവിൻ്റെ പക്കലുള്ളത്. നിങ്ങൾക്ക് രോഗസൗഖ്യമൊക്കെ കർത്താവ് തരും, നിങ്ങൾക്ക് പണമില്ലെങ്കിൽ പണം തരും, വീട് തരും, കാറ് തരും, ഒക്കെ തരും. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് നരകത്തിൽ പോകരുത്. തലയില്ലാത്ത ശരീരം പോലെ ആയി പോകരുത്. നിത്യജീവനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷുവിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ യേശു ഇവിടെ ആഗതനായിരിക്കുകയാണ്. ഈ യേശുവിൻ്റെ അടുക്കൽ നിങ്ങളൊന്ന് പറയുമോ? യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എന്നെ ഭരിക്കണമേ, എനിക്ക് വീണ്ടും ജനിക്കണം,
എനിക്കൊരു പുതുജനനം പ്രാപിക്കണം, എനിക്ക് ദൈവ പൈതലായി തീരണം, എനിക്ക് നിൻ്റെ പേര് വേണം. സ്വർഗത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ പേരിൽ എനിക്ക് ചെല്ലാൻ പറ്റുകയില്ല, നിൻ്റെ പേരിലേ എനിക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ. ആ നിൻ്റെ പേര് എനിക്ക് തരണം. നമ്മുടെ പേരും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറ്റത്തില്ല. യേശുവിൻ്റെ പേരിലേ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. നമ്മൾ യേശുവായിട്ടല്ല ചെല്ലുന്നത്, പക്ഷേ യേശുവിൻ്റെ പേരിലാണ് ചെല്ലുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ പേരിൽ ഞാൻ ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ ഉണ്ട്, ഞാൻ 1,00,000 രൂപയുടെ ഒരു ചെക്ക് എഴുതിക്കൊണ്ട് ചെന്നാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ തരുമോ? തരത്തില്ല. പക്ഷേ 2 കോടി രൂപ ബാങ്കിൽ കിടക്കുന്ന ഒരുത്തൻ്റെ ഒരു ചെക്ക് 1000 രൂപയുടെയോ 10,000 രൂപയുടെയോ 1,00,000 രൂപയുടെ ചെക്കും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മാനേജർ നേരെ ചെന്ന് ലോക്കറിൽ ചെന്ന് പുള്ളിക്കാരൻ തന്നെ കാശെടുത്ത് തരും. എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യം പോയത് എൻ്റെ പേരിലാണ്, പക്ഷേ ഇപ്പോൾ പോയത് എൻ്റെ ധനികനായ എൻ്റെ കൂട്ടുകാരൻ്റെ പേരിലാണ്. ഇതുപോലെ ഞാൻ എൻ്റെ പേരിൽ സ്വർഗത്തിലോട്ട് ചെന്നാൽ അവിടെ കയറാൻ പറ്റത്തില്ല. യേശുവിൻ്റെ പേരിൽ ചെന്നാലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ പേരിൽ ഞാൻ പോകണമെങ്കിൽ ആ നാമം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമം സ്വീകരിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും, നിങ്ങൾക്ക് പോകണ്ടേ? സ്വർഗത്തിൽ പോകണ്ടേ? നിത്യജീവൻ വേണ്ടേ? നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന തന്നെ കാംക്ഷിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക്. ഇന്ന് രാത്രി നിങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ യേശു വന്നിട്ടുണ്ട്. രോഗസൗഖ്യം കർത്താവ് തരും. ഇനി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, രോഗസൗഖ്യം കിട്ടിയിട്ട് തോന്നിവാസം ജീവിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലതാണ് രോഗിയായി ജീവിച്ച് വിശുദ്ധ ജീവിതം ജീവിച്ച് സ്വർഗത്തിൽ പോകുന്നത്. ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് എതിരൊന്നുമല്ല ഞാൻ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിത്യജീവൻ വിട്ടുള്ള ഒരു കളിയും വേണ്ട. അവനെ കൈക്കൊണ്ട് അവനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തി അവനെ കർത്താവാക്കി അവനെ രാജാവാക്കി പുതുജനനം പ്രാപിച്ച് ദൈവ മകനായി തീർന്നാൽ സ്വർഗം നിന്റെ വകയാണ്. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. നിങ്ങൾ ഏത് പള്ളിയിൽ പോകുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നുണ്ടോ എന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ മറ്റൊരു മതസ്ഥനാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവ മകനാകണം. ദൈവ മകനാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ എൻ്റെ കർത്താവാക്കുക, എൻ്റെ ഹൃദയത്തിൽ കയറ്റിയിരുത്തി എൻ്റെ രാജാവാക്കുക. ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, യേശുവേ എൻ്റെ രാജാവായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ? അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ, അങ്ങനെ ഒരു ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, അത് ഇവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ, യേശുവേ ഞാൻ നിന്നെ എൻ്റെ കർത്താവാക്കുന്നു, എന്നെ ഭരിക്കാനായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കണമേ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിന്നെ സ്വീകരിക്കുവാൻ, വെറുതെ സ്വീകരിക്കാനല്ല, പ്രത്യുത ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തി രാജാവായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ നീ ഭരിക്കുന്നത് കാണുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായും ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ വചനം നഷ്ടമായി പോകരുത്, പോകത്തില്ല. കർത്താവേ, ഇത് കേൾക്കുന്ന ഏത് വ്യക്തി ഏത് വീട്ടിലിരുന്ന് കരങ്ങളെ ഉയർത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് നിത്യജീവനെ നീ നൽകിയിരിക്കയാൽ സ്തോത്രം. ഒരു പുതിയ ജീവിത അനുഭവത്തിലേക്ക് നീ ഭരിക്കുന്ന, നിന്നാൽ ഭരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവരെ നയിക്കണമേ. കർത്താവെ, നിന്നെ ഭക്ഷിക്കുവാൻ, നിന്നെ ഉള്ളിൽ കയറ്റുവാൻ, ഭക്ഷിക്കുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ കർത്താവെ, അങ്ങനെ നിത്യജീവനെ അവകാശമാക്കുവാൻ ഈ സഹോദരങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെയൊക്കെ ആ നിത്യജീവൻ്റെ ദർശനത്തിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.